ഗൈസ് ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ എന്തായാലും സ്റ്റാർ വേണ്ടേ? നമുക്കെന്താ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടൊരു സ്റ്റാർ ഉണ്ടാക്കാം, അതും സീറോ കോസ്റ്റ് എക്സ്പെൻസിൽ. ഞാനിവിടെ A4 ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ടും ഉണ്ടാക്കാം. 20 A4 ഷീറ്റാണ് ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഫസ്റ്റ് സൈഡ് നമ്മൾ സെൻറ്ററിലോട്ട് മടക്കുക. സെക്കൻഡ് സൈഡ് നമ്മൾ മടക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് മടക്കേണ്ട മുകളിലോട്ട് വരുന്ന രീതിയിൽ വേണം മടക്കാനായിട്ട്. ഇനി നമ്മൾ ഫസ്റ്റ് മടക്കിയെടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിക്കണം. നമ്മുടെ ഉള്ളിൽ ഒട്ടാണ്ട് ശ്രദ്ധിക്കുകയും വേണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർ നിവർത്തുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഉള്ളിൽ ക്യാപ്പും വേണം. ഇനി നമുക്ക് ബാക്കിയുള്ള 20 പേപ്പേഴ്സും കൂടി ഇങ്ങനെ മടക്കിയെടുക്കാം. ബാക്കി 20 എണ്ണമില്ല, 19 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം നമ്മൾ ഓൾറെഡി മടക്കിയല്ലോ. എല്ലാം ഇതേപോലെ തന്നെ ശ്രദ്ധിച്ച് മടക്കി വയ്ക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് സീരീസ് വീഡിയോസാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് സീരീസിലെ 50 വീഡിയോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കാണാത്തവർ അതും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇത് നമ്മുടെ ചാനലിലിടുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ കൂടിയാണ്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ 20 പേപ്പേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ T ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് A4 ഷീറ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒരു സെറ്റിൽ ഞാനിവിടെ 4 പേപ്പറാണ് വയ്ക്കുന്നത്. അങ്ങനെ മൊത്തം 5 സെറ്റാണ് ഞാൻ ഉണ്ടാക്കണത്. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ഇങ്ങനെ സെറ്റായിട്ട് വയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 5 സെറ്റായിട്ടോ 6 സെറ്റായിട്ടോ എല്ലാം ഒട്ടിക്കാവുന്നതാണ്. ഞാനെന്തായാലും ഇവിടെ 4 എണ്ണം വെച്ചിട്ടാണ് ഒരു സെറ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ വരയ്ക്കാം, കട്ട് ചെയ്യാം. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഡിസൈനാണ് വരച്ചത്. ബാക്കിയുള്ള എല്ലാത്തിലും അത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റാറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. 5 സെറ്റും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ T ഷേപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, കട്ട് ചെയ്ത പോർഷനല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇനി എല്ലാം അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ 5 സെറ്റും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇത് കെട്ടാനായിട്ട് ഒരു ത്രെഡ് വേണ്ടേ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവേ. എല്ലാ സെറ്റും ഒരേ സൈസിൽ മടക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും. എല്ലാം മടക്കി കഴിഞ്ഞ് അവസാനമാണ് നമ്മളിതിലോട്ട് ത്രെഡ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കുന്നതുകൊണ്ട് ഇതൊന്ന് നിവർത്തുന്നതിന് മുന്നേ ഡ്രൈ ആവാൻ കുറച്ച് ടൈമും കൂടെ കൊടുക്കണേ. ഇല്ലെങ്കിൽ നമ്മളിത് നിവർത്തുമ്പോൾ വിട്ട് പോരാനും സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിത് നിവർത്തുമ്പോൾ അധികം നേരം ഡ്രൈ ആവാൻ വയ്ക്കാണ്ടാണ് നിവർത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ട് പോരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഡ്രൈ ആവാൻ ടൈം കൊടുത്തിട്ട് നിവർത്തിയപ്പോൾ ഒരു കുഴപ്പവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതേപോലെ ഒരു ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതും സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ത്രെഡ് വെച്ചിട്ട് പിന്നെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിലായിട്ട്. പിന്നെ ഒരു പേപ്പറും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയൊരു പീസ് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നതും കൂടി ഉണ്ട്. അതൊരു ബലത്തിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ ഈ ത്രെഡ് ഒന്ന് ഉണങ്ങാനും കൂടി കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇതങ്ങനെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്കായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നിവർത്തിയാൽ മതി. ഞാനിവിടെ കുറച്ച് നേരം കഴിഞ്ഞ് നിവർത്താനെടുത്തു. നിവർത്തിയപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊന്ന് കൈ വെച്ച് നിവർത്തി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൽ വേണമെങ്കിൽ ഫെയറി ലൈറ്റൊക്കെ ചുറ്റിയിട്ട് രാത്രിയാകുമ്പോൾ ഓണാക്കിയാലും നല്ല രസമുണ്ടാവും. ഞാനിവിടെ എന്തായാലും ലൈറ്റൊന്നും കൊടുക്കുന്നില്ല. ഇതാണ് ഫൈനൽ ലുക്ക്.